ഇന്നലെ അരിഞ്ഞ് വെച്ച് നമ്മുടെ വഴുതനങ്ങ ഇരിപ്പുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഒന്ന് ഇത് പൊരിച്ച് ഒരു മോര് കറി നമുക്ക് പെട്ടെന്ന് കാച്ചാം. കാരണം ഇക്കാക്ക് ഇപ്പോൾ വരും. ഇക്കാക്ക് ലഞ്ച് കൊടുത്തു വിടണം. അപ്പോൾ ഈ മോരുകറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റൗണ്ടാക്കിയിട്ട് തന്നെ വഴുതനങ്ങ കട്ട് ചെയ്തെടുക്കണം. അതിനകത്തേക്ക് അതേ ഉപ്പും മഞ്ഞപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തിരുമ്മി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് തിരുമ്മി എടുത്ത് വെച്ചിട്ട് ഒരു ബൗൾ എടുത്തിട്ട് അതിനകത്തേക്ക് തൈര് ഒഴിച്ചു കൊടുക്കണം. നല്ല കട്ടി തൈര് തന്നെ ഒഴിച്ചു കൊടുക്കണം. എൻ്റെ ഇച്ചിരി പുളിയുള്ള തൈരായിരുന്നു, പക്ഷേ കട്ട തൈരാണ്ട് ഇതിന് അടിപൊളി. അപ്പോൾ അതിനകത്തേക്ക് കുറച്ച് ഉപ്പും വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ടൊരു പാനിലേക്ക് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിനകത്തേക്ക് ഇത് ഓരോന്നാക്കി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതവിടെ നിന്ന് ആവണ നേരം കൊണ്ട് ഞാൻ കുറച്ച് ഉണക്കച്ചെമ്മീൻ ഇരിപ്പുണ്ടാവും, ഒന്ന് ചമ്മന്തി ഇറക്കാമെന്ന് വിചാരിച്ചു. അത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത് പൊരിച്ച് വെച്ച വഴുതനങ്ങ എല്ലാം അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി വറവും കൂടി കാച്ചി കഴിഞ്ഞപ്പോൾ മോര് കറി സെറ്റായിട്ടുണ്ട്. ഇത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ ചമ്മന്തിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉണക്കച്ചെമ്മീൻ ചമ്മന്തി. ഇതിൻ്റെ റെസിപ്പി ഇപ്പോൾ പ്രത്യേകിച്ച് ആർക്കും പറഞ്ഞിട്ടുണ്ടല്ലോ, നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം തന്നെ ഉച്ചയായപ്പോഴത്തേക്ക് ഞാൻ വേഗം മോര് കറിയും ചമ്മന്തിയും കുറച്ച് ബീഫിൻ്റെ കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതും ഞാൻ ഫ്രൈ ആക്കിയിട്ട് ഞാൻ ഫുഡ് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കഴിക്കട്ടെ. എന്നേക്ക് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.